ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെഡ്ഡിങ് ലുക്കാണ്. ലൈക്ക് ഒരു മംഗലപ്പുരക്ക് പോകുമ്പോൾ എങ്ങനെയാണൊരു സിമ്പിളായിട്ട് മുഞ്ചാവുക, അത് നമ്മളിപ്പോൾ നോക്കുന്നത്. ലൈക്ക് യൂഷ്വലി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓവർ ആക്ട് മേക്കപ്പിനോട് ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ യൂസ് ചെയ്യുന്ന. സോ എനിക്ക് പ്രൈമർ അഡീഷണലായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റും വാട്ടറി ടെക്സ്ചറാണ്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മൾ സ്കിന്നിനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് കിട്ടും. ഇതൊക്കെ ഒരിക്കലും മറക്കരുത് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഇത് കുറച്ച് നേരത്തിൻ്റെ മുഖത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കളർ കറക്റ്റർ യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇപ്പോൾ ഓറഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെല്ലാം ഓറഞ്ചാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് നല്ലോണം കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എവിടെയെല്ലാം ബ്ലാക്ക് മാർക്സ് ഉള്ളത് ഹൈഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാം. കുറച്ച് യൂസ് ചെയ്താൽ മതി, കുറേ യൂസ് ചെയ്യണ്ട. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്തിട്ട് നമ്മളെ കാണിക്കും. ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അധികവും കൈ പ്രിഫർ ചെയ്യുന്ന ആളാണ് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അധികവും എന്താ പറയുക, ബ്രഷ് യൂസ് ചെയ്യുക, പക്ഷെ എനിക്കെന്തോ അത്ര കംഫർട്ടബിൾ അല്ല. നമ്മൾ കൈ കൊണ്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്ര ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. സോ മോസ്റ്റ്ലി ഞാൻ കൈ തന്നെ യൂസ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ ഈക്വലി ബ്ലെൻഡായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ കിട്ടും. സോ ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു കൺസീലറാണ് എടുക്കുന്നത്. ഇവിടെ ഷുഗറിൻ്റെ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ ഒന്നുമില്ല, കുറച്ച് മതി. ജസ്റ്റ് ഈ അണ്ടർ ഐ ഒന്ന് ബ്ലെൻഡ്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലാക്മിൻ്റെ CC ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കംഫിയാണ് എനിക്ക്. ഈ ഫൗണ്ടേഷൻ യൂസ് അധികം ഞാൻ ചെയ്യാനില്ല, കാരണം എനിക്കതൊരു കുറച്ച് ഒരു കേക്ക് ഫീലിങ്സ്, ഭയങ്കരമായിട്ട് ഫേസ് സ്വെറ്റാകുന്ന പോലെ എല്ലാം തോന്നും. തീരെ ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നില്ല. ഇനിയും കാട്ടി ഞാൻ അധികം യൂസ് ചെയ്യാൻ ഈ ഒരു CC ക്രീമാണ്. ഇതാകുമ്പോൾ നമ്മൾക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും. കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ. ഇനി ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെ മുകളിൽ മിസ് ചെയ്യരുത് കേട്ടോ, കാരണം അതൊരു ഡാർക്ക് അടിച്ച പോലെ ഫീൽ ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഈവണായിട്ട് ഇത് ഉപയോഗിക്കാൻ സൂക്ഷിക്കണം. ഓക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഞാനിവിടെ ബ്രൗൺസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഷുഗറിൻ്റെ തന്നെ ബ്രൗൺസറാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് കോണ്ടോറിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ലൈറ്റായിട്ട് മതി കേട്ടോ, കുറേ ഇടണ്ട. ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഫേസിനൊരു ചെറിയ കോണ്ടോറിങ് വേണ്ട ആവശ്യമൊന്നുമിടത്തല്ല നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക.
കുറച്ച് സ്ഥലത്ത് ഞാനിവിടെ എല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യില്ലേ. സോ ആ സ്ഥലത്തുള്ള ചുണ്ടിൻ്റെ അടിയിൽ കുറിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കിത് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ മുകളിൽ തലൻ്റെ മുകളിലുള്ളത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എപ്പോൾ അപ്വേർഡ്സിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ നോക്കാൻ. കാരണം അത് ഡൗൺവേർഡ്സ് ആക്കണ്ട, അപ്വേർഡ്സ് നമ്മൾ ഹെയറിനോട് കുറച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ലത്. താഴേക്ക് ഇങ്ങോട്ട് നല്ലത്. അപ്പോൾ സോ ഫേസ് ഡാർക്ക് അടിക്കില്ല, കറക്റ്റ് ഫേസിന് പറ്റിയുണ്ടാവും. സോ നല്ലോണം മുകളിലോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ ചിന്ന് നമ്മൾ ഫേസിൻ്റെ ചിന്ന് നമ്മൾ കോണ്ടോർ ചെയ്യുമ്പോൾ എപ്പോൾ ഈ ഒരു ഷേപ്പ് പിടിച്ചിട്ട് ആക്കാൻ നോക്കാം. കാരണം അപ്പോൾ നമ്മളെ ഫേസിന് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ നോക്കും, ഒരു ജോലൈൻ ഫീലൊക്കെ കിട്ടും. ഓക്കെ. ഇനി താഴത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിന് എപ്പോൾ താഴോട്ടേക്ക് നോക്കാൻ. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതാകും. കാരണം അപ്വേർഡ്സ് എല്ലാം താഴോട്ടേക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അത് നല്ലോണം താഴെങ്ങനെ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫേസ് നോസ്. അത് അപ്പോൾ പിരിയത്തിലേക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഫേസ് കോണ്ടോർ നമുക്ക് ഐലൈനർ വരക്കാം. ഇഷ്ടമുള്ള ഏത് ഐലൈനർ എടുക്കാം. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഐലൈനർ അടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. മസ്കാര ഞാൻ ഇപ്പോൾ ഇവിടെ മെബിലിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐബ്രോ പെൻസിൽ എനിക്ക് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ല. സോ ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു മസ്കാര തന്നെ യൂസ് ചെയ്തിട്ട് ഞാനത് ബ്രഷ് അപ്പ് ചെയ്യാൻ. സോ അത് മെയിൻലി ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ ഈ ഫേസ് മെയിൻ പാർട്ടിൽ അധികം ഫോക്കസ് ചെയ്യാണ്ട് ബാക്ക് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം ഓവർ ഡാർക്ക് ബ്ലാക്ക് അടിച്ച പോലെ ഐബ്രോ വരച്ച പോലെ തോന്നില്ല. ലൈറ്റായിട്ട് വന്നു കേട്ടോ, ഓവറാക്കുന്ന ഇഷ്ടമല്ല. ഇത് നമുക്ക് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ മാർസിൻ്റെ ലിപ് ലൈനർ കേട്ടോ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ് ലൈനർ എനിക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഞാൻ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ
വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗേവ് മീ മോയ്സ്ചർ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് എടുത്തിട്ട് ഞാൻ ഈ ബ്ലഷായിട്ട് ഈ സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയെല്ലാം ബ്ലഷ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത് അവിടെയെല്ലാം ബ്ലഷ് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര മതി. ഇനി ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ടടുത്ത ബ്ലഷ് വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏകദേശം നമ്മൾ മേക്കപ്പ് സെറ്റ് ആക്കിയിട്ട് ഇനി നെക്സ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്ററാണ്. ഞാൻ ഷുഗറിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി. കാരണം ജസ്റ്റ് ഞാൻ ഇവിടെ മൂക്കിൻ്റെ ഈ ഒരു ടിപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ടത് ആ സ്ഥലത്തിൽ മാത്രം ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഈ 2 സ്പോട്ടിൽ ചെറുങ്ങനായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് എപ്പോൾ കുറച്ച് കൂടുതൽ മുഞ്ചായിട്ട് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. റെഡി ആക്കിന് ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് മംഗലത്തിന് പോകാൻ റെഡി ആവാൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്ന് റെഡി ആയിട്ട് കാണിച്ചു തരാം. ഹെയറും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട്. तुम्हारे